കാലാവസ്ഥയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും രണ്ട് നയവുമായി CPM. ഉടുമ്പൻചോലയിൽ MM മണിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനത്തെ തള്ളിയ പാർട്ടി കണ്ണൂർ പട്ടികയിൽ പേര് പോലുമില്ലാതിരുന്ന KK ശൈലജയ്ക്കാണ് സീറ്റ് നൽകിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ കല്ലുകടി ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കും. ഞങ്ങൾ ഉറപ്പായിട്ടും ജയിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും രണ്ടിടം നിർബന്ധിക്കുന്നതിനുണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും വിജയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകുമ്പോൾ അവരെ ഈ മാനദണ്ഡത്തിൻ്റെ പേരിൽ മാറ്റുക എന്നുള്ളത് ജയത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയോ ചെയ്യും. അതാണ് കാര്യം. ഈ പറഞ്ഞതിൽ ഒരു പാർട്ടി രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇഷ്ടമല്ലാത്തവരെ തള്ളാനും ഇഷ്ടമുള്ളവരെ കൊള്ളാനുമാണ് ഈ മുൻകൂർ ജാമ്യം. മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന CPMന് വിജയം മാത്രമാണ് ലക്ഷ്യം. 2 ടേം പിന്നിട്ട 23 MLA-മാരാണ് നിലവിലുള്ളത്. അതിൽ ഭൂരിഭാഗം MLA-മാരും മത്സരത്തിനിറങ്ങും. എന്നാൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച സിറ്റിംഗ് MLA MM മണിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെട്ടി. എന്നാൽ അതേസമയം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ KK ശൈലജയ്ക്ക് 6ാം തവണയും മത്സരത്തിന് അവസരം നൽകി. അടുപ്പിച്ച് 3ാം തവണ ശൈലജയ്ക്ക് സീറ്റ് നൽകിയപ്പോൾ തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിനെ കൈവിട്ടു. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കം ജില്ലാ കമ്മിറ്റികളുടെ പട്ടിക അംഗീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാലക്കാടും എറണാകുളത്തും തൃശൂരും ആലപ്പുഴയിലും വെട്ടിത്തിരുത്തൽ നടത്തി. വിവിധ ജില്ലാ കമ്മിറ്റികളോട് സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ള വ്യത്യസ്തമായ സമീപനമാണ് ഇതോടെ പുറത്തായത്. അതിനു പിന്നാലെ കോൺഗ്രസിനെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ എപ്പോഴും വിമർശിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയെ ആകെ ഉലച്ചു. അതിനിടെയാണ് മുതിർന്ന നേതാവ് G സുധാകരന്റെ രൂക്ഷ വിമർശനം ഇരുട്ടടിയായത്. മത്സരിക്കാൻ താല്പര്യമറിയിച്ചിട്ടും പ്രായത്തിന്റെ പേരിൽ G സുധാകരനെ ഒതുക്കിയ നേതൃത്വത്തോട് അതേ നാണയത്തിൽ തന്നെയാണ് സുധാകരന്റെ മറുപടി. G സുധാകരനെ പ്രായത്തിന്റെ കുരുക്കിൽ കെട്ടിയ നേതൃത്വം മുതിർന്ന നേതാക്കളെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും വലിയ കോളിളക്കമാകും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.